നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പല രാജ്യങ്ങളും യാത്രാവിലക്ക് ഏർപ്പെടുത്തിയപ്പോൾ പ്രവാസികൾക്ക് വമ്പൻ തിരിച്ചടി ഏറ്റിരുന്നു. കുവൈത്തിലേക്ക് തിരിച്ചു വീഴാൻ കഴിയാത്തവർക്ക് രജിസ്ട്രേഷൻ സംവിധാനവുമായി ഇപ്പോൾ ഇന്ത്യൻ എംബസി രംഗത്ത് വന്നിരിക്കുകയാണ്. കുവൈത്തിൽ നിന്നും നാട്ടിൽ പോയി മടങ്ങി വരാൻ കഴിയാത്ത ഇന്ത്യക്കാർക്കായി കുവൈത്തിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോവിഡ് പ്രതിസന്ധി മൂലം നാട്ടിൽ പോയി കുടുങ്ങിയ ഇന്ത്യക്കാർക്ക് സമയത്ത് തിരിച്ചു വരാൻ കഴിയാതെ തിരിച്ചുവരവ് വൈകിയത് മൂലം വിസ കാലാവധി അവസാനിക്കാറായവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിയിൽ പുനഃപ്രവേശിക്കേണ്ടവർ, ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തുടങ്ങിയവ ലഭിക്കാനുള്ളവർ എന്നിങ്ങനെ എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെട്ടവർക്കും രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. എംബസിയിൽ രജിസ്റ്റർ ചെയ്യുന്നവരുടെ പട്ടിക കുവൈറ്റ് സർക്കാരിന് സമർപ്പിക്കുന്നതാണെന്നും എംബസിയുടെ ഗൂഗിൾ ഫോംസ് ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം കോവിഡ് പ്രതിസന്ധി മൂലം ദുരിതത്തിലായ ഇന്ത്യക്കാരെ സഹായിക്കുന്നതിന് എംബസിയിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കും ആരംഭിച്ചതായി അറിയിപ്പിൽ പറയുന്നു. പ്രവാസികൾക്ക് കോവിഡ് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ കേന്ദ്ര സർക്കാരിന് നിവേദനവും നൽകി. യാത്രാ നിർദ്ദേശങ്ങൾ മൂലം വിദേശത്തേക്ക് മടങ്ങാൻ സാധിക്കാതെ നാട്ടിൽ തങ്ങുന്ന പ്രവാസികൾക്ക് കോവിഡ് വാക്സിനേഷനിൽ മുൻഗണന നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, കുവൈറ്റ് കൺട്രി ഹെഡ് ബാബു ഫ്രാൻസിസ് എന്നിവർ ചേർന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിക്ക് നിവേദനം നൽകി. കോവിഡ്-19 വ്യാപന പശ്ചാത്തലത്തിൽ ഇന്ത്യയിലും മറ്റ് രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയ യാത്രാ നിയന്ത്രണങ്ങൾ മൂലം ആയിരക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർ സാധുതയുള്ളതും റെസിഡന്റ് വിസ ഉണ്ടായിട്ടും തങ്ങളുടെ ജോലികളിൽ വിദേശത്ത് തിരികെ പ്രവേശിക്കാനാകാതെ നാട്ടിൽ തങ്ങുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതുകൂടാതെ ചില രാജ്യങ്ങൾ ഇപ്പോൾ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവർക്ക് അവരുടെ നാട്ടിലേക്ക് വരുന്നതിന് മുൻഗണനയും ഒപ്പം തന്നെ ക്വാറന്റൈൻ ഇളവുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ രാജ്യത്ത് അവലംബിച്ചിട്ടുള്ള രീതി അനുസരിച്ച് വാക്സിനേഷന്റെ 2 ഡോസുകളും പൂർത്തിയാക്കാൻ മാസങ്ങൾ കഴിയേണ്ടി വരുമെന്നതിനാൽ ഈ അടിയന്തര സാഹചര്യം പരിഗണിച്ച് പ്രവാസികൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിനേഷൻ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സ്വീകരിക്കണമെന്ന് നിവേദനത്തിൽ പ്രവാസി ലീഗൽ സെൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്.